പത്തര മാറ്റോടെ എത്തുന്ന പത്താമുദയം ഏപ്രിൽ 23-നാണ്. സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ്. മേടമാസത്തിൽ വരുന്ന പത്താമുദയം അഥവാ മേടപ്പത്ത്. ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നു. മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയുമാണ്. അതിൽ തന്നെ മേടം 10 അത്യുച്ഛം. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത് ഊർജം എന്ന ഉറവിടത്തിലാണ്. ഊർജമില്ലെങ്കിൽ പ്രകൃതിയുമില്ല, ജീവനുമില്ല. ഹൈന്ദവൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ ഈ ഊർജത്തെയും അതിലൂടെ നിലനിൽക്കുന്ന പ്രകൃതിയെയും പഞ്ചഭൂതങ്ങളെയും നെഞ്ചേറ്റി നിലകൊള്ളുന്നതാണ്. ആഘോഷങ്ങളിൽ മിക്കതും കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതും. പത്താമുദയവും വ്യത്യസ്തമല്ല. മാറി മാറി കേരളം ഭരിച്ച ഇടതനും വലതനും കൂടി കാർഷിക സംസ്ഥാനമായിരുന്ന കേരളത്തെ ആ സ്ഥാനത്ത് നിന്ന് വലിച്ചു താഴെയിട്ട് ചവിട്ടി മെതിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷക്കറികൾക്കും ധാന്യത്തിനും നെൽമണികൾക്കുമായി വരി നിർത്തുന്നതിന് മുൻപ് മുതൽ തന്നെ കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പത്താമുദയം എന്ന ഈ ദിവസം. അന്നൊക്കെ വിഷു ദിവസം പാടത്ത് കൃഷിപ്പണി തുടങ്ങും. കൃഷിപ്പണികളുടെ തുടക്കമായി പാടത്ത് ചാലുകീറലാണ് വിഷു ദിവസം ചെയ്യുക. എന്നാൽ ഏത് വിളവിനാണെങ്കിലും വിത്ത് വിതയ്ക്കാനും തൈനടാനുമൊക്കെ തിരഞ്ഞെടുക്കുന്നത് പത്താമുദയം എന്ന ദിവസത്തെയാണ്. പത്താമുദയ നാളിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പണ്ട് ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടം 10 സൂര്യനെ ഉദയസമയത്ത് കാണിക്കുന്ന ചടങ്ങാണിത്. ഉദയത്തിന് ശേഷം ഈ അരിപ്പൊടി കൊണ്ട് പലഹാരമുണ്ടാക്കി പ്രസാദമായി കഴിക്കുകയും ചെയ്യും. പത്താമുദയ ദിനം തൊഴുത്തിൻ്റെ മൂലയിൽ അടുപ്പ് കൂട്ടി ഉണക്കലരി പായസമുണ്ടാക്കി പശുക്കൾക്ക് നിവേദ്യം നൽകുന്ന പതിവുമുണ്ടായിരുന്നു. അത് കുടുംബത്തിലെ ആൺകുട്ടികളാണ് ചെയ്തിരുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുവാനാണ് ഈ നിവേദ്യം അന്ന് നടത്തിയിരുന്നത്. ഇപ്പോൾ ഇത്തരം ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെ മന്ത്രയ്ക്കറിയില്ല. ഹൈന്ദവൻ്റെ ആചാരങ്ങൾ സൂക്ഷിച്ച് ഇല്ലാതാവുകയാണ്. ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണ് പത്താമുദയം. ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പേ ദീപം കാണുകയും കന്നുകാലികൾക്ക് ദീപം കാണിച്ചു ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. നിത്യപൂജയില്ലാത്ത കാവുകളിലും മറ്റും ഈ സമയത്ത് പൂജകൾ നടത്തുകയും ചെയ്യുന്നു. വീടുപാലുകാച്ചനും ഈ ദിവസം ഉത്തമമായി കരുതിപ്പോരുന്നു. നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ. ത്രിമൂർത്തി ചൈതന്യം നിക്ഷിപ്തമായിരിക്കുന്ന സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ എരിച്ചു കളയുവാനുള്ള ആത്മവീര്യം വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഗൃഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൂര്യഭജനം ഉത്തമമത്രേ. സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ആദിത്യഹൃദയം. ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമന് ഉപദേശിച്ച മന്ത്രമാണിത്. ആദിത്യഹൃദയ ജപം പതിവാക്കിയാൽ ജീവിതം മംഗളമായി മുന്നോട്ടു പോകും എന്നാണ് വിശ്വാസം. നിത്യേന ജപിക്കുന്നതിലൂടെ അജ്ഞതയും വിഷാദവും അലസതയുമൊക്കെ അകന്ന് ഹൃദയശുദ്ധി കൈവരും എന്ന് പറയപ്പെടുന്നു. മേടവിഷു, തുലാവിഷു എന്നീ 2 വിഷു ഉള്ളതുപോലെ പത്താമുദയവും 2 എണ്ണമുണ്ട്. പക്ഷേ തുലാത്തിലെ പത്താമുദയം തുലാപ്പത്ത് എന്ന പേരിൽ പ്രസിദ്ധം. അതുകൊണ്ട് പത്താമുദയം എന്ന് പറയുമ്പോൾ പൊതുവെ വിവക്ഷിക്കുന്നത് മേടപ്പത്താണ്. വിഷുവിൻ്റെ പ്രാധാന്യം പത്താമുദയം വരെ നിലനിൽക്കും. കർഷകൻ വിത്തിറക്കുക പത്താമുദയം നാളിലാണ്. അപ്പോഴേക്കും 1-2 വേനൽ മഴ കിട്ടി പാടവും പറമ്പും കുതിർന്നിരിക്കും. വയനാട്ടിലെ കുറിച്യർ പത്താമുദയത്തിനാണ് ആയോധന കലകളുടെ പ്രദർശനം നടത്താറുള്ളത്. മേടത്തിലെ സംക്രമം, പത്താമുദയം, വൈശാഖമാസം, അക്ഷയതൃതീയ തുടങ്ങി മംഗളകർമ്മങ്ങൾക്ക് ചേർന്ന നിരവധി ദിനങ്ങൾ ഒന്നൊന്നായി കടന്നുവരുന്ന കാലമാണ് മേടം. ഉത്തരായനത്തിൻ്റെ നടുമധ്യമാണ് മേടം. മുൻപൊക്കെ കേരളത്തിൽ തുലാപ്പത്ത് മുതൽ മേടപ്പത്ത് വരെ കർഷകർക്കും നായാട്ടുകാർക്കും ഉത്സവകാലമായിരുന്നു. സമൃദ്ധിയുടെ കാലമായിരുന്നു. മിക്കവാറും വീടുകളിലും ഇലയപ്പം, വട്ടയിലയിലും തെരളിയിലയിലും ഗോതമ്പ് കുഴച്ച് തേങ്ങയും ശർക്കരയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇലയപ്പം. അതിൻ്റെ ഇല സൂര്യോദയത്തിന് മുന്നേ വീടിന് മുകളിൽ പറത്തുന്നു. പത്താമുദയ നാളിലാണ് പുലയ സമുദായം കാലിച്ചാൻ തെയ്യത്തെയും കൊണ്ട് ഗ്രാമീണ ഗൃഹങ്ങൾ തോറും അനുഗ്രഹം ചൊരിയാനെത്തുന്നത്. മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും അണിഞ്ഞ തെയ്യം തുടിവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഓരോ വീടിൻ്റെയും കോണിക്കൽ വന്നു നിന്ന് ഈണത്തിൽ പാടുകയും കയ്യിലെ തിരിയോല തലപ്പുകൊണ്ട് അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്യും. വീട്ടുകാർ ദൈവത്തിന് നെല്ലോ അരിയോ പണമോ കാണിക്കയായി നൽകും. പല കൃഷിനിലത്തിൻ്റെയും നേരെ അവകാശികളായ പുലയരുടെ തെയ്യത്തോടുകൂടിയാണ് വടക്കൻ കേരളത്തിലെ മിക്ക തെയ്യക്കാവുകളും ഉണരുന്നത്. ഇടവപ്പാതിയോടെ നടയടച്ച കാവുകൾ പുണ്യാഹ കലശത്തോടെ തുറന്ന് വിളക്ക് വയ്ക്കുന്ന സുദിനം കൂടിയാണ് പത്താമുദയം. അന്നു മുതലാണ് കാവുകളിൽ തെയ്യാട്ടം തുടങ്ങുന്നത്. തുലാപ്പത്ത് മുതൽ ഇടവപ്പാതി വരെയാണ് വടക്കൻ കേരളത്തിലെ തെയ്യാട്ടക്കാലം.
പത്താമുദയത്തെ പഴയ തലമുറ ദീർഘകാലത്തെ പ്രവൃത്തികൾക്ക് തുടക്കമിടുന്ന ശുഭദിനമായിട്ടാണ് കണ്ടിരുന്നത്. അന്ന് നായാട്ട് തുടങ്ങാനും വിവിധ കലാപ്രകടനങ്ങൾക്ക് അരങ്ങൊരുങ്ങുവാനും അവർ ശ്രദ്ധിച്ചിരുന്നു. അന്നു തന്നെയാണ് പുതിയ വിളവിറക്കുവാനുള്ള നെൽവിത്ത് കാവിൻ്റെ തിരുനടയിൽ കാണിക്ക വയ്ക്കുന്നതും മന്ത്രമുദ്രിതമായ ചുണ്ടുകളോടെ വയലുകളിലേക്ക് പോകുന്നതും. എന്നാൽ കാർഷിക സംസ്കൃതി അന്യമാവുകയും പുതിയ കാലത്തിൻ്റെ പരിഷ്കാരങ്ങൾ വാരിച്ചൂടുകയും ചെയ്യുന്ന പുതുതലമുറയ്ക്ക് പത്താമുദയം ഒരു ഉദയമേ അല്ല. അഗ്നേരാഭ എന്ന ഉപനിഷത്ത് വാക്യം ഉരുവിട്ട് പഠിക്കുന്ന ജർമ്മൻ കുട്ടികൾ അത്ഭുതം വിടർന്ന കണ്ണുകളോടെയാണ് ഭാരതത്തെ നോക്കിക്കാണുന്നത്. കാരണം മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പോ ഇല്ലാതിരുന്ന കാലത്ത് H2O എന്ന സത്യം പണ്ടേ കണ്ടെത്തിയവരായിരുന്നു ഭാരതീയ മുനീശ്വരന്മാർ. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വച്ചതിലൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയുണ്ടെന്നും ശാസ്ത്രസത്യങ്ങളുണ്ടെന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചരാചര പരിപാലകനായ സൂര്യദേവനെ ആരാധിക്കാൻ ഒരു ദിനം കണ്ടുവച്ച ആ പൂർവ്വപുണ്യത്തെ നന്ദിയോടെ ഓർക്കാനെങ്കിലും ഈ പത്താമുദയത്തെ നമുക്കും അരിയിട്ടെതിരേൽക്കാം. ഏവർക്കും മന്ത്രയുടെ പത്താമുദയ ആശംസകൾ. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ.